ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. നമ്മൾ ഇതുവരെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാതെ MS എക്സലിൽ നമ്മൾ എഴുതി കൂട്ടുന്ന ടൈപ്പ് ചെയ്തിട്ടൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ പ്ലാൻസ്വിഫ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് പ്ലാൻസ്വിഫ്റ്റിൽ നിന്ന് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. പ്ലാൻസ്വിഫ്റ്റിൽ നിന്ന് എസ്റ്റിമേറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ എസ്റ്റിമേറ്റിംഗ് എടുത്ത് നോക്കിയാൽ അറിയാം, ഇങ്ങനെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എന്താണോ അവിടെ ചെയ്തിട്ടുള്ളത്, ഏരിയയാണോ കണ്ടത്, അല്ലെങ്കിൽ ബീമിൻ്റെ ലെങ്ത് ആണോ, അത് എല്ലാം നമുക്ക് ഇപ്പം ഞാൻ അവിടെ കണ്ടിട്ടുള്ള എല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ എത്ര യൂണിറ്റ് അടക്കം, യൂണിറ്റ് അതേപോലെ തന്നെ ആ ഒരു വാല്യൂ ഒക്കെ നമുക്ക് കാണാം. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു കോളം ആഡ് ചെയ്യണമെന്ന് കൂട്ടിക്കോ, നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു കോളം വേണ്ട, നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്ന് കൂട്ടിക്കോ, നമുക്ക് ഡിലീറ്റ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നു. നമുക്കിപ്പോൾ ഞാനാകെ 3 വാല്യൂ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ 3 എണ്ണം മാത്രമായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ പ്ലാൻസ്വിഫ്റ്റ് പറയണത് വളരെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. നമുക്കിപ്പോൾ എന്തൊരു ഇത് ചെയ്യുകയാണെങ്കിലും എസ്റ്റിമേഷൻ ക്വാണ്ടിറ്റി ടേക്ക് ഓഫിൽ ഏറ്റവും നല്ല ഒരു സൂട്ടബിളായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇത് പ്ലാൻസ്വിഫ്റ്റ് പറയണത്. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് മാർബിൾ 1, മാർബിൾ 3, അതേപോലെ തന്നെ സ്കേർട്ടിങ്, ഇതിൻ്റെയൊക്കെ വാല്യൂ ആണ്. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു 3 വാല്യൂ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ആ 3 വാല്യൂ നമുക്ക് എസ്റ്റിമേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഇൻസേർട്ടും ചെയ്യാം. എങ്ങനെയെന്നല്ലേ പറയാം. അതിന് മുകളിലായിട്ട് കോളംസ് എന്ന ഒരു സംഭവം കണ്ടോ? മുകളിലത്തെ നിലയിലായിട്ട് ഒരു സൈഡിലായിട്ട് കണ്ടോ കോളംസ്? ആ കോളംസ് പറയണത് സെലക്ട് ചെയ്താൽ നമുക്കതിൽ കാണാൻ കഴിയും ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒക്കെ ടിക്ക് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആ പച്ച പ്ലസ് എന്ന ചിഹ്നത്തിലും, അല്ലെങ്കിൽ സെലക്ട് ചെയ്തിട്ട് വേണ്ടാന്നാണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ചുവപ്പ് പറഞ്ഞ ആ ഒരു സിമ്പലിൽ നിൽക്കിയാൽ നമുക്ക് കിട്ടും. നമുക്കിപ്പോൾ പച്ച ഞാനൊരു പച്ച ഒരു ഒന്നുകൂടി ആഡ് ചെയ്യാണ്, ലെങ്ത്ത് പറഞ്ഞൊരു സെക്ഷൻ കൂടി ആഡ് ചെയ്യാൻ നോക്കിക്കോ. ലെങ്ത്ത് പറഞ്ഞത് ടൈപ്പ് ചെയ്ത് കൊടുത്തു, പച്ചയിൽ ക്ലിക്ക് ചെയ്തു, ലെങ്ത്ത് പറഞ്ഞ സെക്ഷനും കൂടി ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നാൽ നമ്മളെന്താ ചെയ്യുക? ആ ടിക്ക് കണ്ട, ടിക്ക് ഇട്ടാൽ അത് അവിടെ കാണിക്കും, ടിക്ക് ഇട്ടില്ലെങ്കിൽ അത് കാണിക്കില്ല. ബാക്കിയുള്ളതൊന്ന് മാറ്റണമെന്നാൽ നമ്പേഴ്സാണോ അങ്ങനത്തെ ഒരു ഇതാണോ അല്ലെങ്കിൽ ആ ഒരു ഇതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? അതൊക്കെ കൊടുത്തിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ലെങ്ത്ത് എന്ന് പറഞ്ഞ ഒരു കോളം കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കോളംസിൽ ലെങ്ത്ത് പറഞ്ഞ സെക്ഷൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ഒരു പച്ച സിമ്പിൾ വേണ്ട, അത് അവിടെ അങ്ങനെ വെച്ചാൽ മതി. അത്രേ ഉള്ളൂ. നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്താ? ആ കോളംസ് ആണ് അത് എടുക്കുക. നമുക്ക് ആ ഒരു വേണ്ടാത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ അത് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തിട്ട് ആ ചോപ്പിൽ ക്ലിക്ക് ചെയ്യുക. ചോപ്പ് ഇൻറ്റു മാർക്കില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു ടേബിൾ, എസ്റ്റിമേറ്റിംഗ് ടേബിൾ നമുക്ക് പ്ലാൻസ്വിഫ്റ്റിൽ തന്നെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി ഈ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ സിസ്റ്റം മാത്രമല്ല ചെയ്യുക, നമ്മളും ചെയ്യണ്ടേ. നമുക്കിതിൽ മെയിനായിട്ട് നമ്മൾ MS എക്സലാണ് ഉപയോഗിക്കാറ്. നമ്മൾ ക്വാണ്ടിറ്റി എടുത്തിട്ട് അത് നമ്മൾ MS എക്സലിൽ ഇട്ടിട്ട് ചെയ്യാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്താലോ? എക്സ്പോർട്ട് ടു എക്സൽ, എസ്റ്റിമേറ്റിംഗ് തന്നെ എക്സ്പോർട്ട് ടു എക്സൽ ആണെന്നത് എടുക്കുക. ഇത് ഡയറക്റ്റ് നമ്മൾ എക്സലിലോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. താഴെയായിട്ട് കാണാം എക്സലിൻ്റെ വന്നത് കണ്ട, താഴെ ചുവപ്പ് മറ്റേ റെക്കോർഡിങ്ങിൻ്റെ അടുത്തായിട്ട് ആ പച്ച സെക്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഞാൻ 2 വട്ടം ക്ലിക്ക് ചെയ്തോണ്ടാണ് കേട്ടോ എക്സ്പോർട്ടിൽ 2 എക്സൽ ഷീറ്റ് ഓപ്പണായി. ഇനി നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ കിട്ടും. ഇത് നമുക്ക് എന്തൊക്കെയാണ് ഇതേ കാണിക്കുന്നത് പോലെ തന്നെ ആ താഴെയും കാണിച്ചിട്ടുണ്ടാവും. ഇത് നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ടൈറ്റിൽ കൊടുക്കാം, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് നമുക്ക് ചെയ്യാം. ഇതാണ് മാനിപ്പുലേഷൻ, നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക അല്ലേ. സോ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് MS എക്സൽ പ്ലാൻസ്വിഫ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ഡയറക്റ്റായിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് എടുക്കാം. താങ്ക് യു.